ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും മറ്റൊരു ഓണക്കാലം കൂടി വരവായിരിക്കുകയാണ്. മംഗളം ടിവിയോടൊപ്പമുള്ള ഇത്തവണത്തെ ഓണം കൂടുതൽ മനോഹരമാക്കാൻ നമ്മളോടൊപ്പം ഇന്നൊരു അതിഥി കൂടിയുണ്ട് അല്ലേ? അതെ, തീർച്ചയായിട്ടും. തിരുവനന്തപുരം കളക്ടർ മുതൽ KSRTC മുൻ ചെയർമാൻ, മാനേജിംഗ് ഡയറക്ടർ, KCB ചെയർമാൻ, അങ്ങനെ നിരവധി വലിയ വലിയ പോസ്റ്റുകളിൽ ഇരുന്ന ഒരു പ്രമുഖ വ്യക്തിയാണ് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ബിജു പ്രഭാകർ IAS. അദ്ദേഹത്തിന്റെ കുടുംബവിശേഷങ്ങളും ഓണവിശേഷങ്ങളും നമുക്ക് ചോദിച്ചറിയാം. ഇതൊക്കെ എന്തിനാ ചെയ്തതെന്ന് ഇന്ന് ആലോചിക്കുന്നുണ്ട്. ഇന്ന് ആരെങ്കിലും ചെയ്ത് എൻ്റെ മക്കളോ എനിക്ക് ഒരു കൊച്ചുമോൻ വരുന്നുണ്ട്, അപ്പൊ ഞാൻ അംഗീകരിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഈ ഒരു ആന്റി എസ്റ്റാബ്ലിഷ്മെന്റ് ചിന്താഗതി അത് പണ്ട് തൊട്ടേ എൻ്റെ മനസ്സിലുണ്ട്. കഭി കഭി മേരെ ദിൽ മേ ഖയാൽ ആതാ ഹൈ. സാറിന്റെ കുട്ടിക്കാലത്തെ ഓണം മെമ്മറീസ് ഒന്ന് പറയാമോ? കുട്ടിക്കാലത്ത് എങ്ങനെയായിരുന്നു? കാരണം ഇപ്പം ചെറുപ്പത്തിൽ നിന്ന് ഒത്തിരി കാലഘട്ടം ഇങ്ങനെ മുന്നോട്ട് പോകും തോറും ഓണത്തിനും അതുപോലെ തന്നെ മാറ്റം വരുന്നുണ്ട്, കാലഘട്ടം മാറുന്നതനുസരിച്ച്. അപ്പൊ ആ കുട്ടിക്കാലത്തെ ഓണം എങ്ങനെയായിരുന്നു? ഞാൻ ഏതാണ്ട് 4ാം ക്ലാസ്സിൽ പഠിക്കുന്നവരെ, മേ ബി 9 years വരെ, 9 വയസ്സ് വരെ മാത്രമേ വീട്ടിൽ നിന്നിട്ടുള്ളൂ. ബാക്കി അതിനുശേഷം മൊത്തം ഹോസ്റ്റലിലായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഒരു കൊല്ലം 2 കൊല്ലം മാത്രമേ നാട്ടിൽ നിന്നിട്ടുള്ളൂ. പിന്നെ ഞാൻ മോസ്റ്റ്ലി പിന്നെ അങ്ങനെ നിന്നിട്ടില്ല. പിന്നെ സിറ്റിയിലേക്ക് വന്നു. പക്ഷെ എനിക്ക് ഓർമ്മയുള്ളത് പണ്ട് കാലത്ത് ഈ ഭയങ്കര ഒരു കൂട്ടായ്മയുണ്ടായിരുന്നു, ജാതിമത ഭേദമന്യേ. ഐ ഹവ് സീൻ ഈവൻ മുസ്ലിംസ് ആൻഡ് ക്രിസ്ത്യൻസ് ലേഡീസ് ഉൾപ്പെടെയുള്ളവർ തിരുവാതിര കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ജാതിമത ചിന്തകളൊന്നും ഇല്ലയെന്ന് പറയുന്നതായിരുന്നു എൻ്റെ നാട്ടിൻ പ്രദേശം കായംകുളത്ത്. ഇപ്പോൾ ഗ്രാമപ്രദേശമാണ്, പത്തിയൂർ എന്ന് പറയുന്ന ഗ്രാമപ്രദേശമാണ്. അപ്പോൾ നമ്മൾ ഓണം ആകുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അത്തപ്പൂക്കളം ഇടും. അപ്പോൾ അതിന് അന്ന് പൂവൊക്കെ ഇഷ്ടം പോലുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയാണെന്നുണ്ട് കുട്ടികളുടെ പരിപാടിയായിരുന്നു. പോയെടുത്ത് പലയിടത്തും പോയിട്ട് ചെമ്പരത്തി അങ്ങനെയുള്ള പല പൂവൊക്കെ ആണെന്നുണ്ട് ശേഖരിച്ച് കൊണ്ട് കൊടുക്കുക. അപ്പോൾ ഒരു വീട്ടിലേക്ക് മാത്രമല്ല, നമ്മൾ പല വീടുകളിലേക്കാണെന്നുണ്ടെങ്കിൽ കൊടുക്കും. എല്ലാ വീടുകളിലും ആണെന്നുണ്ടെങ്കിലും പിന്നെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് പോകും, അടുത്ത ദിവസത്തേക്കുള്ള ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ ഒരു ഓർമ്മയുണ്ട്. പിന്നീടുള്ളതെന്ന് പറയുന്നത് തിരുവാതിര. അത് മിക്കവാറും ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് ഒരു 3 മണിയാകുമ്പോഴത്തേക്ക് ഓരോ വീടുകളിലായിട്ട് ഈ അന്ന് കുടുംബശ്രീ പോലുള്ള കൂട്ടായ്മകളൊന്നുമില്ല, പക്ഷേ എന്നാലും ഒരു സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയുണ്ട്. അവരങ്ങോട്ടും ഇങ്ങോട്ടൊരു മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നത്, എൻ്റെ ഓർമ്മ വെച്ച് നോക്കുകയാണെങ്കിൽ മോസ്റ്റ്ലി തോന്നുന്നത് ഒരു ബാർട്ടർ സിസ്റ്റം പോലെ. ഒരു വീട്ടിൽ അരി ഇല്ലെന്നുണ്ടെങ്കിൽ അടുത്ത വീട്ടിൽ നിന്ന് അരി വാങ്ങിക്കും, അത് തിരിച്ച് റേഷൻ കിട്ടുമ്പോൾ അങ്ങോട്ട് തിരിച്ചു കൊടുക്കും, ഇങ്ങനെയൊക്കെയുള്ളതാണ്. അപ്പോൾ അങ്ങനെ പല വീടുകളും അങ്ങനെ ഒരു കൂട്ടായ്മയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരുവാതിരയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ജാതിമത ഭേദമന്യേ എല്ലാവരും കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഞാൻ 1975 തിരുവനന്തപുരത്ത് വന്നു, ആര്യ സെൻട്രൽ സ്കൂളിൽ വന്നു. അത് കഴിഞ്ഞിട്ട് മന്നം മെമ്മോറിയൽ സ്കൂളിൽ വന്നു. പിന്നെ മാറിവാനസി വന്നു. പിന്നെ ഓണമെന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഒരു യാത്ര പോകാനുള്ള ഗ്യാപ്പാണ്. പക്ഷേ അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ തുടങ്ങുന്നത് ഏതാണ്ട് എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ വരുന്നതിന് ശേഷം. അപ്പോൾ എൻ്റെ യാത്രകളെല്ലാം പ്ലാൻ ചെയ്യുന്നത് ഓണത്തിനാണ്. ഇന്നും അത് തന്നെയാണ്. കുട്ടികളുടെ പഠിത്തം എല്ലാം വയ്ക്കുന്നുണ്ടെങ്കിൽ ഓണത്തിൻ്റെയാണ്. അപ്പം നമ്മൾ ആ ഒരു ഓർമ്മയെ സത്യം പറഞ്ഞാൽ ഓണത്തിനെ പറ്റിയേ ഉള്ളൂ. ആ ചെറുപ്പത്തിൽ 9 വയസ്സ് വരെ ഉള്ള ഓർമ്മ. അത് പക്ഷേ ഒരു നല്ല രസകരമായിട്ടുള്ളൊരു പീരീഡായിരുന്നു. നമുക്ക് ആ കൂടി ഒരു ഫ്രീഡം കിട്ടുന്ന അന്നാണ്. ഏറ്റവും കൂടുതലാണെന്നുണ്ടെങ്കിൽ പടക്കവും മറ്റുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൊട്ടിക്കാനും അതുപോലെ തന്നെ നമ്മളെ ഒരുമാതിരി അഴിച്ചുവിട്ടെന്ന് പറയത്തില്ല, അഴിച്ചുവിട്ടേക്കുന്ന പോലെ വിടുന്ന ദിവസമാണത്. ഇപ്പോൾ ജെൻസികളുടെ ഇപ്പം നമ്മളെ ഓണക്കാലം എന്ന് പറയുന്നത് സാർ ഇപ്പോൾ പറഞ്ഞതിലും നേരെ എൻ്റെ ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ ഈ തൊടിയിൽ പോയി പൂ പറിക്കുക, ഊഞ്ഞാലാടുക, അതൊക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ അതൊക്കെ മാറി കംപ്ലീറ്റ് സിറ്റി ലൈഫ് അല്ലേ? അപ്പോൾ ഇപ്പോഴത്തെ ഓണം സാർ എങ്ങനെയാണ് കാണുന്നത്? അതിൽ വലിയൊരു നിരാശ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനൊന്നുമില്ല. നമ്മൾ കാലഘട്ടത്തിനനുസരിച്ച് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു ജീവിതം ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് പല വീടുകളിലും എനിക്ക് തോന്നുന്നത്, ഞാൻ അസൂയോടുകൂടി നോക്കിയിട്ടുണ്ട്. ഓണത്തിന് എല്ലാവരും അവർ പറയും ഓണത്തിന് ഞങ്ങൾ പോകത്തില്ല, എങ്ങും പോകത്തില്ല, ഞങ്ങളെല്ലാവരും കൂടെ ഒത്തുകൂടുന്ന ഒരു ദിവസമാണ്. അങ്ങനെയുള്ള എത്രയോ വീടുകൾ ഇപ്പോഴും ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഫാമിലി അല്ലായിരുന്നു എൻ്റെ. മൈ ഫാദർ വാസ് സോ ബിസി. ഇവൻ ഓണത്തിന് എനിക്കൊരു ഓർമ്മയുള്ളതെന്ന് പറഞ്ഞാൽ ഓണത്തിന് ഊണ് കഴിയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ തിരുവോണം അല്ലെങ്കിൽ എൻ്റെ അടുത്ത ദിവസം ഊണ് കഴിയുമ്പോഴത്തേക്ക് ഫാദർ തന്നെ ഡ്രൈവ് ചെയ്ത് എൻ്റെ മദറിൻ്റെ വീട് റാന്നിയിലാണ്. അപ്പോൾ അവിടെ പോകും. അവിടെ പോയി കഴിയുന്നുണ്ട് കുറച്ചുകൂടെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ഒക്കെ എന്ന് വെച്ചാൽ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ലാൻഡ്സ്കേപ്പ്, പാറയുണ്ട്,
പിന്നെ മദറിൻ്റെ വീട്, മദറിൻ്റെ അമ്മയും അച്ഛനും ടീച്ചർമാരായിരുന്നു. അപ്പം മദറിൻ്റെ ഒരു അമ്മാവനുണ്ട്, അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നൊരു 50 പശുക്കൾ ഉണ്ടെന്ന് തോന്നുന്നു. അതിനെയെല്ലാം അദ്ദേഹം രാവിലെ വെളുപ്പാങ്കാലത്ത് അന്ന് ഇതിൻ്റെ കഴുത്തിലാണെന്നുണ്ട് ഇത് മുള കെട്ടിയിടും. അപ്പം ഇങ്ങനെ കിടന്ന് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അതപ്പോൾ രാവിലെ പോകുന്നത് ഞങ്ങൾ എഴുന്നേക്കും, ഞങ്ങൾ കൂടെ അതിൻ്റെ കൂടത്തിൽ പോകും. അത് ഓണത്തിനാണ് മെയിനായിട്ട് നടക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ സാധാരണ ഇത് വെക്കേഷൻ ഒരു പ്രാവശ്യം, അങ്ങനെ 2 പ്രാവശ്യമാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ അവിടെ അത്ര വലിയ ഓണമൊന്നും ഇല്ലെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം അന്നേരം അവിടുത്തെ അരുവികളിലെ ചാട്ടവും, മഴയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്, അരുവികളിലുള്ള ചാട്ടവും അതും ഇതുമൊക്കെ ആണെന്നുണ്ട് വലിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെ ഒത്തുചേരുന്ന ഒത്തിരി കുടുംബങ്ങളും ഇന്നും ഉണ്ട്. ചില വീടുകളിലൊക്കെ ആണെന്നുണ്ട് ചില സമയത്തൊക്കെ, മിക്കവാറും ഞാൻ ട്രാവലില്ലെങ്കിൽ ചില ദിവസങ്ങൾ ചില സമയങ്ങളിലൊക്കെ ആണെന്നുണ്ട് ചില വീടുകളിലൊക്കെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പോകുന്നുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞങ്ങൾ ഫാദർ ബിസിയായിട്ട് പോകുന്നു, പിന്നെ മദറുണ്ട്, ഞങ്ങളെല്ലാവരും പല ഹോസ്റ്റലുകളിലായിട്ട് നിൽക്കുന്നു, ഒന്നിച്ച് കൂടുന്നുണ്ട്, കളിക്കുകയോ ഓണം ആഘോഷിക്കുകയോ അങ്ങനെ ഒരു ഓണാഘോഷം അവിടെ ഇല്ലായിരുന്നു. അച്ഛൻ ഭയങ്കര തിരക്കുള്ള ആളാണെന്ന് പറഞ്ഞല്ലോ. അപ്പം പ്രത്യേകിച്ച് ഒരു പൊളിറ്റീഷ്യൻ കൂടെ ആകുമ്പം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുട്ടിക്കാലം തൊട്ടേ ഉണ്ടാവുമായിരിക്കും. സമയം ചെലവഴിക്കാനൊക്കെ പറ്റായിക, ഇതുപോലെ ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ കാണാൻ പറ്റായിക, അങ്ങനെയൊക്കെ. അപ്പം ആ ഒരു പൊളിറ്റീഷ്യൻ്റെ മകനായിട്ട് വളർന്നു വന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ. അപ്പം സ്വന്തമായിട്ട് കുറേ ഐഡിയോളജീസ് ഒക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടോ, അതോ സ്വന്തം നിരീക്ഷണത്തിൽ കൂടാണോ ഈ കാര്യങ്ങളെല്ലാം പഠിച്ചതും അതുപോലെ ഒരു നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു രാഷ്ട്രീയം ഉണ്ടായത് എങ്ങനെയാണ്? രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി എനിക്ക് പണ്ട് തൊട്ടേ ഇഷ്ടമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വിഭാഗം ആൾക്കാരെയും ഒന്നിച്ച് കൊണ്ടുപോകുന്നു, പിന്നെ വയലൻസ് ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ എപ്പോഴും എൻ്റെ ടോക്കുകളിൽ ഞാൻ പറയും, എങ്ങനെയാണ് നിങ്ങളൊരു ഹിന്ദു ആയത്, എങ്ങനെയാണ് നിങ്ങളൊരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ മുസ്ലിം ആയത്, നിങ്ങളുടെ അച്ഛനും അമ്മയും ആ കുടുംബത്തിലുള്ളത് കൊണ്ടാണ്. ഒരു പ്രസവം കഴിഞ്ഞതിന് ശേഷം അമ്മ തൊട്ടിൽ ഉപേക്ഷിച്ചൊരു കുട്ടിയാണെന്ന് വെച്ചു, എത്രയോ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇപ്പം അമ്മ തൊട്ടിൽ ഉപേക്ഷിച്ചിട്ടാണെങ്കിൽ ന്യൂസിലൻഡിൽ പോയി ക്രിസ്ത്യാനിയായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയയിൽ പോയി താമസിക്കുന്നു. അവരുടെ രക്ഷകർത്താക്കൾ ഒരു പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതാണ് നമ്മുടെ ദൈവം, ഇതാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. അപ്പം ഞാൻ ചെറുപ്പകാലം തൊട്ടേ എനിക്ക് കാണുന്നതെന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരെ മാത്രമാണ്. പിന്നെ രണ്ടെന്ന് പറയുന്ന മറ്റു പാർട്ടിക്കാരാണെന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛനെ ചീത്ത വിളിക്കുന്നതും തലവെട്ടു എന്നൊക്കെ പറയുന്നതും ഒക്കെയാണ് കാണുന്നത്. അപ്പോൾ അതെൻ്റെ ഒരു മനസ്സിലൊന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഞാനൊരു സമാധാനപ്രിയനായിട്ടുള്ള ഒരാളാണ്. ഒരു വയലൻസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരാളെ പോലും, എൻ്റെ മക്കളെ പോലും ഞാൻ അടിക്കാറില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാളായതുകൊണ്ടും എനിക്ക് അങ്ങനെ ഒരു കോൺഗ്രസിൻ്റെ അടുത്ത് ഗാന്ധിജി, നെഹ്റു എന്നൊക്കെ പറയുന്നതും അല്ലെങ്കിൽ അതിനേക്കാളും എനിക്ക് വലിയ വാല്യൂ ഞാൻ കൊടുക്കുന്നതാണ് രാജീവ് ഗാന്ധി. ഞാൻ ജീവിതത്തിൽ ഒരു രാഷ്ട്രീയ നേതാവ് 2 പ്രാവശ്യം കരഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഒന്ന് രാജീവ് ഗാന്ധി മരിച്ചപ്പോൾ, രണ്ടാമത് PT തോമസ് മരിച്ചപ്പോൾ. എന്ന് വെച്ചാൽ അദ്ദേഹമായിട്ട് നല്ല അടുപ്പം ഉണ്ടായിരുന്നു. അതിനേക്കാളും നല്ല എൻ്റെ ഒരു ആദർശധീരനായിരുന്നു പുള്ളി. അപ്പോൾ ഇങ്ങനെയുള്ളത് കൊണ്ട് എൻ്റെ ഫാദറിനേക്കാളും കൂടുതലായിട്ട് രാഷ്ട്രീയം ഞാൻ വന്നതെന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ പല നല്ല ആൾക്കാരെയൊക്കെ കണ്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് ഫാദറിൻ്റെ PA ആയിട്ടൊക്കെ ഇരുന്ന അമ്പലപ്പുഴയിലെ വലിയൊരു നേതാവ്, ഒരു മീഡിയം ലെവലിൽ നേതാവായിരുന്നു ദേവദത്ത് ജി പുറക്കാട് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹമാണെന്നുണ്ടെങ്കിൽ എന്നെ ഭയങ്കരമായിട്ട് രാഷ്ട്രീയപരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെ ഫാദറിനേക്കാളും കൂടുതൽ ഫാദറിനെ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് ഈ ചക്കരയ്ക്ക് ചുറ്റും ഈച്ച പൊതിഞ്ഞ് നിൽക്കുന്ന പോലെ നാട്ടുകാർ നിൽക്കും. അത് കഴിയുമ്പോഴത്തേക്ക് കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് എന്നെപ്പറ്റി, നമ്മളൊരു പ്രോബ്ലമാറ്റിക് ചൈൽഡ് ആയതുകൊണ്ട് എന്നെപ്പറ്റി 10 കുറ്റം ആരെങ്കിലും ചെന്ന് പറയുമ്പോൾ എന്നെ കാണുന്നത്, നീ പഠിച്ചോടാ എന്ന് പറഞ്ഞ് 2 പേരട്ട് 7ാം ക്ലാസ് വരെയുണ്ട് നമ്മൾ ഒരു നല്ല റിലേഷൻ ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം എൻ്റെ കയ്യിലിരിപ്പായിരിക്കും, പുള്ളിയുടെ ടെമ്പറായിരിക്കും. കുസൃതി എന്നല്ല, അതെല്ലാവരും ചെയ്യുന്നതായിട്ടാണ് തോന്നുന്നത്. പിന്നെ എൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഫെലോയാണ്. കുഞ്ഞിലെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. കുഞ്ഞിലെ വളരെ അഗ്രസീവായിട്ടുള്ള, അതുകൊണ്ടാണ് 10ാം ക്ലാസ് വരെ പഠിക്കുന്നതിനിടയിൽ 6 സ്കൂളിൽ പഠിച്ചു. ഫാദറുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് അതില്ലാത്തതിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതായിരുന്നു തോന്നുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ 3ാം ക്ലാസ്സിലാണെന്നോ 4ാം ക്ലാസ്സിലാണെന്നൊന്നും അറിയത്തില്ല. അന്ന് പത്രങ്ങളിലൊന്നും ഇത്രയും വലിയ ഒരു സെൻസർഷിപ്പ് ഒന്നും ഇല്ല. ഞാൻ കാണുന്നത് മനോരമ പത്രമാണെന്നോ ഏത് പത്രമാണെന്നോ ഓർക്കുന്നില്ല, അല്ലെങ്കിൽ മാതൃഭൂമിയായിരിക്കും. ഇത് രണ്ടുമായിരുന്നു മെയിനായിട്ട് വീട്ടിൽ വരുത്തുന്ന പത്രം. ഒരു ജന്മിയുടെ ബോഡി കഴുത്തില്ലാതെ ഒരു തൂണിൽ കെട്ടി ഇങ്ങനെ കഴുത്ത് വെട്ടിയിട്ട് കൊണ്ടിരുന്നു. പുൽപ്പള്ളിയിൽ ശ്രീമതി അജിത, ഫിലിപ്പൻ പ്രസാദ്, വേണു തുടങ്ങിയിട്ടുള്ള നക്സൽബാരികൾ ആ സമയത്ത് ഒരു വിപ്ലവം നടത്തുകയും പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമുണ്ടായിരുന്നു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജന്മി സമ്പ്രദായത്തോട് എനിക്ക് ഭയങ്കരമായിട്ടൊരു എതിർപ്പ് തോന്നി. അതുകൊണ്ട് തന്നെ എൻ്റെ പിന്നെ മദർ സ്കൂൾ ടീച്ചറായിരുന്നു, ഹെഡ് മിസ്ട്രസ് ആയിരുന്നു. മദർ എപ്പോഴും പറയും, നമ്മൾ താഴേക്കേ നോക്കാവുള്ളൂ, മേളിലോട്ട് ഒരിക്കലും നമ്മൾ നോക്കരുത്. എന്ന് വെച്ചാൽ താണനിലത്തിലെ നീരോടു അവിടെ ദൈവം തുണ ചെയ്യൂ എന്ന് എപ്പോഴും മദർ പറയുന്നൊരു കാര്യമാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളൊരും ജാതി മതഭേദം ഒന്നുമില്ലാതെ തന്നെ ഏത് വീട്ടിൽ പോയാലും ആഹാരം കഴിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ അന്നേരം അവിടെ കഴിക്കുക, അവരുമായിട്ടാണെന്നുണ്ടെങ്കിൽ നിൽക്കും. അതിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓരോരുത്തർ അടിയും പിടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫാദർ, എൻ്റെ ചിറ്റപ്പനുണ്ടായിരുന്നു, പുള്ളി ഒരു ഹീസ് നോ മോർ, ഒരു ടെററാണ്. അപ്പം മദർ ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുക, എന്നെ അടിക്കുന്ന പണി പുള്ളിക്ക് കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സ്വഭാവം കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം കാരണമാണ് ഞാൻ അദ്ദേഹം കാരണമാണ് ഞാൻ എഞ്ചിനീയർ ആയത്. കാരണം എന്ന് വെച്ചാൽ 1971 എന്ന് പറയുന്നത് മേ ബി 5 വയസ്സൊക്കെ ഉള്ളപ്പം അദ്ദേഹം എന്നെ എഞ്ചിനീയറിംഗ് കോളേജിൽ, ഇവിടുത്തെ ഹോസ്റ്റലിൽ, തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് ഹോസ്റ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അന്നേരമാണ് ഈ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായത്. അപ്പോൾ 1971 നിങ്ങളുടെ കുട്ടികളൊന്നും ഓർക്കത്തില്ല, അന്ന് യുദ്ധം ഉണ്ടായി പാകിസ്ഥാനുമായിട്ട്. അപ്പോൾ എൻ്റെ വീട്ടിലാണ് ഒരു വലിയ റേഡിയോ ഒക്കെ ഉള്ളതും ഈ എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ചതും LLBക്ക് പഠിച്ച് തിരുവനന്തപുരത്ത് പഠിച്ചിട്ടുള്ള എൻ്റെ അമ്മാവൻ ഒരാളാണ്, മരിച്ചുപോയി. അഗ്രികൾച്ചറിന് പഠിച്ചിട്ടുള്ള വെള്ളാനി കാർഷിക കോളേജ് പഠിച്ചിട്ടുള്ള ഇവരെല്ലാവരും കൂടെ കൂടിയിരുന്ന് ലോക കാര്യങ്ങളൊക്കെ പറയുന്നത്. ദാറ്റ് ഓൾസോ ആക്ച്വലി ഇൻഫ്ലുവൻസ് മീ എ ലോട്ട്. 1971 വാറിൻ്റെ പുരോഗതിയും മറ്റുമൊക്കെയാണെന്നുണ്ട് അവർ പറയുന്നതൊക്കെ, ദാറ്റ് ഓൾസോ ഇൻഫ്ലുവൻസ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ അജിതയുടെ ഇത് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാനത് കണ്ടു. അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി നമ്മളൊരു ശരിയാണ്, നമ്മൾ ഇത്രയും വീട്ടിലാണെന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ എന്ന് പറയുന്നത് തച്ചടിയിൽ ഉമ്മണി വൈദ്യൻ, അദ്ദേഹമാണ് ശരിക്കും അച്ഛൻ്റെ വീടല്ല അത്, അച്ഛൻ്റെ ചേട്ടൻ്റെ വീടാണ്. ഹീ വാസ് എ വലിയ വൈദ്യനായിരുന്നു, മർമാണി വൈദ്യനായിരുന്നു. ഞാനൊക്കെ എൻ്റെ ചെറുപ്പകാലത്ത് കാണുന്നത് ഈ തെങ്ങേന്നൊക്കെ വീണ് ഒടിഞ്ഞു മടങ്ങി സ്ട്രെച്ചറിൽ കൊണ്ടുവരുന്ന ആൾ പിന്നെ എഴുന്നേറ്റ് നടന്നു പോകുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ചില. അപ്പോൾ ഈവൻ കായംകുളം രാജാവിൻ്റെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഫിസിഷ്യൻ എന്നുള്ള നിലയിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പോകാറുണ്ടായിരുന്നു. അവിടെ ഇവിടെ ഏത് വീട്ടിലും കയറാനും ഒക്കെ. ആൻഡ് ഹി ഹാസ് അമാസ്ഡ് വെൽത്ത് ലൈക്ക് എനിത്തിങ്. പക്ഷെ മക്കളില്ല. അങ്ങനെയാണ് വേലശ്ശേരി കുടുംബത്തിൽ നിന്ന് തച്ചിരി കുടുംബത്തിലേക്ക് ഇദ്ദേഹത്തിനെ ദത്ത് കൊണ്ടുവന്ന് പിന്നെ അച്ഛൻ്റെ ചേട്ട അനിയന്മാരെല്ലാവരും കൂടെ എനിക്ക് തോന്നുന്നു 9 പേരും കണ്ടായിരുന്നു. അതിൽ 7 പേരും മരിച്ചുപോയി വസൂരിയൊക്കെ വന്നിട്ട് ആ കാലത്ത്. അപ്പോൾ അങ്ങനെ ഒരു അനിയൻ മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയമായിരുന്നു ആ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ നമ്മളെ ഓരോ ഇൻഫ്ലുവൻസ് ചെയ്താണ്. അങ്ങനെയാണ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഇതിൽ വരുന്നത്. പിന്നെയും ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റ് സ്വഭാവം എന്ന് പറഞ്ഞാൽ ഈ സ്കൂളുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് സാറന്മാരുടെ ഇത് ഹോസ്റ്റലിലാണെന്നുണ്ടെങ്കിൽ വാർഡൻ്റെ കാര്യങ്ങൾ റേഡിയോ ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ റേഡിയോ ഉപയോഗിക്കും ഹോസ്റ്റലിൽ. ഇങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. ചെയ്തില്ലെങ്കിൽ ഒരു ത്രില്ലില്ല. അപ്പം ഒരു കോളേജ് ഹോസ്റ്റലിൽ സ്കൂൾ ഹോസ്റ്റലിൽ പറയുന്നില്ല. ഞാൻ നോക്കി കഴിയുമ്പോഴത്തേക്ക് മോശമായിട്ടുള്ള ഫുഡാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആ സ്കൂൾ ഹോസ്റ്റലിലാണെന്നുണ്ട് ഒരു ചിരന്തിയെ പിടിച്ച് വായി വെച്ചിട്ട് ഇതിനകത്തൊന്ന് കിട്ടിയാന്ന് പറഞ്ഞു വായ ഹാന്ന് പറയുന്നത് വിളിച്ചു. മനസ്സിലായില്ല. ഇതൊക്കെ എന്തിനാ ചെയ്തതെന്ന് ഇന്ന് ആലോചിക്കുന്നുണ്ട്. ഇന്ന് ആരെങ്കിലും ചെയ്ത് എൻ്റെ മക്കളോ എനിക്കൊരു കൊച്ചുമോൻ വരുന്നുണ്ട്. അപ്പം ഞാൻ അംഗീകരിക്കത്തില്ല. അപ്പം അതുകൊണ്ട് ഞാൻ പ്രീ ഡിഗ്രിക്ക് അറിവാനിസി വന്നു കഴിഞ്ഞപ്പോൾ അവിടെ പ്രോ UDF ആയിട്ട് KSU KSC കേരള സ്റ്റേറ്റ് മറ്റേ കോൺഗ്രസ് കേരള കോൺഗ്രസിൻ്റെ അവരാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. അപ്പം എൻ്റെ അന്നത്തെ ഹോസ്റ്റൽ മേറ്റ് ആയിട്ടുള്ള അജയൻ K. രാജൻ എന്ന് പറഞ്ഞിട്ട് ദേവികുളം MLA ആയിട്ടിരുന്ന K. രാജൻ എന്ന് പറഞ്ഞൊരു വലിയ മാർക്സിസ്റ്റ് നേതാവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ അജയൻ പറഞ്ഞു ഇനി ഞാൻ SFIയുടെ കാൻഡിഡേറ്റായിട്ട് നിൽക്കും. അപ്പോൾ സാധാരണ രീതിയിൽ അന്നത്തെ കാലത്ത്, ഇന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ അച്ഛന്മാരൊന്നും അങ്ങനത്തെ പ്രശ്നമില്ല. അന്നത്തെ കാലത്ത് അങ്ങനെ CPM-നെതിരായിട്ട് നിൽക്കുന്ന അച്ഛന്മാരുണ്ടായിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ ആരെങ്കിലും നിന്ന് കഴിഞ്ഞാൽ അവരെ തോപ്പിക്കുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആരും നിൽക്കാറില്ല. അങ്ങനെ SFI കാൻഡിഡേറ്റ് ആരും നിൽക്കാറില്ലായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നി ഞങ്ങളെല്ലാം കൂടി ഞാൻ അജയനെ ജയിപ്പിച്ചോളാം. അങ്ങനെ വേറെ കാര്യമൊന്നുമില്ല. അജയനായതുകൊണ്ട് അജയനെ ജയിപ്പിക്കാം എന്നുള്ളത് അല്ലാതെ വേറെ അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ആര്യടൻ ഷൗക്കത്ത് ഇപ്പോഴത്തെ MLA ഞങ്ങളൊക്കെ ഹോസ്റ്റൽ മേറ്റാണ്. എന്തേ കാഷ്വലായിട്ട് പറഞ്ഞായിരിക്കും. ആര്യടൻ സാറ് എൻ്റെ അച്ഛൻ്റെ അടുത്ത സുഹൃത്താണ്. അപ്പം ആര്യടൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു മോൻ അവിടെ SFIക്ക് വേണ്ടി വലിയ പ്രവർത്തിക്കുകയാണ്, ഞാനൊക്കെ KSUവിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്, അവനവിടെ SFIക്ക് വേണ്ടിയാണ്. അപ്പോൾ ആര്യടൻ സാറ് നേരെ എൻ്റെ ഫാദറിൻ്റെ അടുത്ത് പറഞ്ഞു. ഫാദർ എന്നെ വിളിപ്പിച്ചു, നീ SFIക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ചോദിച്ചു. 4-5 അടിയൊക്കെ തന്നു. അങ്ങനെയാണ് ഞാൻ പ്രീ ഡിഗ്രി തൊട്ട് ഞാൻ ഫാദറുമായിട്ട് തെറ്റുന്നതിൻ്റെ പല കാര്യങ്ങളുണ്ട്. അതിനകത്തൊന്നും അതായിരുന്നു. ചെറുപ്പത്തിൽ അടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അടിയെന്ന് പറഞ്ഞാൽ നല്ലപോലെ കിട്ടിയതാണ്. അടി കൊണ്ട് മടുത്തു. അപ്പം അങ്ങനെ ഫാദർ അടിച്ച സ്ഥിതിക്കാന്നുണ്ടെങ്കിൽ എന്തായാലും SFIക്ക് തന്നെ ജയിപ്പിച്ചിട്ടേ ഉള്ളൂ എന്ന് തീരുമാനിച്ചു. വാശിയായി അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു. അങ്ങനെ അജയൻ അവിടുത്തെ കൗൺസിലറായെന്ന് തോന്നുന്നു, യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായെന്ന് തോന്നുന്നു. അതുപോലെ ഒരു ഇൻസിഡൻ്റാണ് എഞ്ചിനീയറിംഗിൽ പഠിക്കുന്നുണ്ട്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് അന്നും ഇന്നും എനിക്കൊരു വലിയൊരു ഇങ്ങനൊരു നമ്മൾ സമാധാനമായിട്ട് പോകണമെന്നുള്ള അല്ലാതെ വർഗീയതയോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അടുത്ത് വിദ്വേഷമോ ആക്രമണമോ ഒന്നും നമ്മൾ സ്വഭാവത്തിലുള്ളതല്ല. അലിഞ്ഞു ചേർന്നിട്ടുള്ളൊരു
കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഇന്നത്തെ നമ്മുടെ മന്ത്രി ഷിബു ബേബി ജോണിൻ്റെ നേതൃത്വത്തിൽ പ്രത്യുഷ എന്ന് പറഞ്ഞിട്ട്, എന്നാൽ എല്ലാവർക്കും അറിയാം, UDF-ലുള്ള KSUക്കാരും ഒക്കെയാണ് അതിനകത്തൊന്ന് എല്ലാവർക്കും അറിയാം. അപ്പം ഞാൻ അതിനുമായിട്ട് അലൈൻഡല്ല. റാഷണൽസ് എന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ SFIയും അതുമായിട്ട് ബന്ധപ്പെട്ട് AISF എല്ലാം ഉള്ളവരും കൂടി ചേർത്ത്, അവിടെ പാർട്ടിയൊന്നുമില്ല. കൊല്ലം എഞ്ചിനീയർ നല്ല കോളേജാണ്, ഇന്നും നല്ല കോളേജാണ്, കേരളത്തിലെ നല്ല കോളേജ് തന്നെയാണ്. അപ്പം ഞങ്ങൾ തന്നെ പോസ്റ്ററൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ സെലോ ടേപ്പ് വെച്ചിട്ടാണെന്നുണ്ട് ഒട്ടിക്കുകയും അത് കഴിയുന്നുണ്ട് കുട്ടികൾ അതുപോലെ തന്നെ കോളേജിന് ഒരു ഇത് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലാണെന്നുണ്ട് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നൊരു സ്വഭാവമുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ റാഷണൽസ് കംപ്ലീറ്റ്, അപ്പം ഞാൻ റാഷണൽസിലുള്ള പലർക്കും വേണ്ടി ഞാൻ പോയി മത്സരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രവർത്തിച്ചതാണ്. അപ്പോൾ റാഷണൽസ് ജയിച്ചങ്ങോട്ട് കഴിഞ്ഞപ്പം അവർ പറഞ്ഞു ഇനിയും തൊട്ട് ഞങ്ങൾ SFI ആണെന്ന് പറഞ്ഞു. ജയിച്ചു കഴിഞ്ഞപ്പോൾ ഇറ്റ് വാസ് സ്ലൈറ്റ്ലി അത് നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. SFI ആണെന്നോ KSU ആണെന്നോ നോക്കാതെ പ്രവർത്തിച്ചു. അപ്പോൾ എനിക്കതൊരു വാശിയായി. ഞങ്ങളങ്ങനെ KSU യൂണിറ്റ് ഉണ്ടാക്കി. അങ്ങനെയാണ് SFIയും KSU യൂണിറ്റ് TK എഞ്ചിനീയർ ഇന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, ഉണ്ടായിരിക്കും, ഉണ്ടാകാനാണ് സാധ്യത. അപ്പോൾ അങ്ങനെയാണ് ആദ്യമായിട്ട് അവിടെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഈ ഒരു ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചിന്താഗതി അത് പണ്ട് തൊട്ടേ എൻ്റെ മനസ്സിലുണ്ട്. അത് തന്നെയാണ് ഗവൺമെൻറ് വന്നു കഴിഞ്ഞപ്പോഴും നമുക്ക് ഈ കറപ്ഷനൊക്കെ മനസ്സിലാക്കും. പക്ഷേ ആളുകളുടെ അടുത്ത് മോശമായിട്ട് പെരുമാറുക, വരുന്ന ആൾക്കാരുടെ അടുത്ത് മോശമായിട്ട് പെരുമാറുക, കറപ്ഷൻ ഉണ്ടെങ്കിലേ നടക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ നമ്മളെ കൊള്ളയടിക്കുമ്പോൾ എന്നുള്ള പുസ്തകം എഴുതാനുള്ളൊരു കാരണം അതാണ്. ഇപ്പോൾ രാഷ്ട്രീയത്തിനെ പറ്റി പറഞ്ഞു, സാർ ഭയങ്കര സമാധാനപരമായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ സമൂഹത്തിൽ പുതുതലമുറ സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അവർക്ക് അങ്ങനെ ഒരു അവർ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം ശരിയാണോ? സാറിന് എന്താ തോന്നുന്നത്? ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കുക, വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയം ഏത് സ്റ്റേജിൽ വേണം. സ്കൂളിൽ രാഷ്ട്രീയം എന്തിനാ? എനിക്ക് ഈ വിജയ് എന്ന് പറയുന്ന തമിഴ്നാട് CMനെ പറ്റി യാതൊരു അഭിപ്രായമില്ല. ഒരു സിനിമയുടെ മറ്റൊരു സിനിമയുടെ ഒരു ആളുകളുടെ ഒരു തമിഴ്നാട്ടിലെ ആൾക്കാരെല്ലാം ഒരുമാതിരി വികാരപരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ എന്നുള്ള നിലയിൽ മാത്രമാണ് ഞാൻ വിജയെ കണ്ടത്. അതിനേക്കാളും ഭേദമാണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ളത്. പക്ഷേ വിജയ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്കൂളിലെ രാഷ്ട്രീയം നിരോധിച്ചു. എന്തിനാണ് സ്കൂളിൽ രാഷ്ട്രീയം? സ്കൂളിൽ നേരെ പോയി പഠിത്തം നടക്കുന്നില്ല, എല്ലാവരെയും ജയിപ്പിച്ചു വിടുകയാണ്. ഇനി കോളേജിൽ രാഷ്ട്രീയം വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിനകത്ത് പൂർണ്ണമായിട്ടും വേണമെന്നോ വേണ്ടെന്നുള്ളൊരു അഭിപ്രായമില്ല. പക്ഷേ സ്കൂളിൽ രാഷ്ട്രീയം ഇല്ലാത്തതിൻ്റെ കുഴപ്പം, ഉദാഹരണത്തിന് അത് ശരിയാണല്ലോ, SFI ഉള്ളിടത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ റാഗിങ് പൊതുവായിട്ട് കാണത്തില്ല. പക്ഷേ അതിൻ്റെ ദോഷം എന്താണെന്ന് വെച്ചാൽ അവർ പിന്നെ SFI ചേർത്തിട്ടാണെന്നുണ്ടെങ്കിൽ വേറെ രീതിയിലുള്ള ഗുണ്ടായിസം കാണിക്കുന്നു. അതാണ് യൂണിവേഴ്സിറ്റി കോളേജിലും മറ്റുമൊക്കെ നടക്കുന്നൊരു കാര്യം. ഇപ്പം ഇവിടെ നോക്കുമ്പോൾ കുറേ പെയിന്റിങ്സ് ഒക്കെ കാണുന്നുണ്ട്. ഇതിലൊക്കെ എപ്പോഴാണ് കമ്പം തോന്നി തുടങ്ങിയത്? ഈ രണ്ട് കാര്യങ്ങൾ, പെയിന്റിങ്സ് മാത്രമല്ല, യു ക്യാൻ ഓൾസോ സീ ദ ഫോട്ടോഗ്രാഫി. ഇത് രണ്ടും ചെറുപ്പകാലത്ത് തൊട്ട് തുടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, എന്നെ പലതും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള എൻ്റെ അധ്യാപകരാണ്. ഞാൻ ഈ ഹരിപ്പാട് ബോയ്സ് ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഡ്രോയിങ് പീരീഡ് ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ എപ്പോഴും DP ആയിട്ടിരിക്കുമ്പോഴും ഇപ്പോഴും പറയുന്നത്, സ്കൂളുകളിൽ ഡ്രോയിങ് ടീച്ചർ വേണം, ക്രാഫ്റ്റ് ടീച്ചർ വേണം, മ്യൂസിക് ടീച്ചർ വേണം. ഇതൊക്കെയാണ് ഒരു കുട്ടിയുടെ നൈസർഗികമായിട്ടുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒരു ഹോബി ഇല്ലാത്ത ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല സഹൃദയനാകാൻ പറ്റത്തില്ല. അപ്പം ഞാനിങ്ങനെ വരയ്ക്കും എന്നുള്ളതല്ലാതെ അതും ഇതൊക്കെ വരയ്ക്കും, ഒരു വൃത്തിയായിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക്കായിട്ടൊന്നുമല്ല. അങ്ങനെ വരയ്ക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഞാൻ പലപ്പോഴും ആണെന്നുണ്ടെങ്കിൽ ഒരു ചെറുപ്പക്കാരനായിട്ടൂടെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു റോസാ പുഷ്പമാണ്, അതിൻ്റെ കളർ കൊടുക്കാൻ പറഞ്ഞു. അപ്പം കളർ കൊടുത്ത് വരച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഇന്ന കളറാന്ന് പറഞ്ഞു. പുള്ളി ഒരു ഏതളിനകത്ത് വാട്ടർ കളർ കാണിച്ചു തന്നു. ഞാൻ വീട്ടിൽ പോയിരുന്നു, പിറ്റേ ദിവസം വരച്ചുകൊണ്ട് വന്നു. എനിക്കത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയുകൊണ്ട് ഞാൻ വരച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ വേറെ ഒരു 2-3 പടങ്ങൾ തന്നിട്ട് പറഞ്ഞു, നീ ഇതുപോലെ ഒന്ന് വരച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഞാനത് വരച്ചുകൊണ്ട് പറഞ്ഞാൽ നിനക്ക് നല്ല കഴിവുണ്ട്, നിനക്ക് കാര്യമായിട്ടൊന്ന് പഠിച്ചുകൂടെ, നിനക്ക് വെക്കേഷൻ കാലത്താണെന്നുണ്ടെങ്കിൽ രവിവർമ്മ കോളേജിലെ മാവേലിക്കര രവിവർമ്മ കോളേജിലെ അധ്യാപകരെ അറിയാം. അങ്ങനെ ഇങ്ങനെ 7ാം ക്ലാസ് വെക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു അധ്യാപകൻ, അദ്ദേഹത്തിൻ്റെയും പേര് ഞാൻ ഓർക്കുന്നില്ല. കാരണം അദ്ദേഹം ഈ വരയ്ക്കുന്ന ഒരിടത്ത് ഇരിക്കുന്ന പരിപാടിയില്ല. അപ്പോൾ അത് തന്നെ എഴുന്നേറ്റ് ഓടി കളിക്കുവാൻ പോവുക, അങ്ങനെയുള്ള ഒരു പരിപാടി ആയതുകൊണ്ട് നടക്കുന്നില്ല. അപ്പോൾ അങ്ങനെ അവർ അങ്ങനെ പഠിപ്പിച്ചു. അത് പിന്നെ അങ്ങനെ ഒരു ഇതായി. ഞാൻ സ്കൂളിൽ പഠിക്കുന്നുണ്ട്, മന്നം മെമ്മോറിയൽ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. NSS വിമൻസ് കോളേജിലെ ഒരു ചേച്ചിയെ എനിക്കറിയാം. ആ ചേച്ചിയുടെ വീട്ടിലായിരുന്നു ഇന്ന് ഞാൻ ആദ്യം 8ാം ക്ലാസ്സിൽ എനിക്ക് ഹോസ്റ്റൽ അഡ്മിഷൻ കിട്ടുന്നതിന് മുന്നേ. അപ്പോൾ ആ ചേച്ചി വന്നിട്ട് പറഞ്ഞു, എടാ നീ എൻ്റെ ബയോളജിയുടെ
സുവോളജിയുടെ ഒക്കെ ആണെന്നുണ്ട് BSc ഇത് വരച്ച് തരുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ വരച്ചു തന്നെ ചേച്ചി എനിക്ക് മുട്ടായിയും അതും ഇതൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. പിന്നെ വൈകിട്ടാകുമ്പോഴത്തേക്ക് ചേച്ചിമാർ ഒരു ബറ്റാലിയനായിട്ട് വരും, ചേച്ചിമാരൊരു ബറ്റാലിയനായിട്ട് വരും. ഞാനിരുന്ന് അവരുടെ എല്ലാം റെക്കോർഡ് രാത്രിയിലെല്ലാം വരും. അപ്പം ഹോസ്റ്റലിലെ വാർഡൻ പറയും നീ വരച്ചുകൊണ്ടിരുന്നോ, നീ പഠിക്കണ്ടെന്നും പറയും. എന്നാലും ഞാൻ എപ്പോഴെങ്കിലും ഒക്കെ ആണെങ്കിൽ രാവിലെയൊക്കെ വെളുപ്പങ്കാലത്തൊക്കെ എഴുന്നേറ്റിരുന്ന് വരയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പം അങ്ങനെ വരയൊക്കെ അങ്ങനെ ഉണ്ടായി, കുറച്ചൊക്കെ വരച്ചു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എഞ്ചിനീയറിംഗ് കോളേജ് വന്നു കഴിഞ്ഞപ്പോൾ ഈ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ഞാൻ എടുത്തത്. അത് എൻട്രൻസ് കിട്ടിയപ്പോൾ അങ്ങനെ കിട്ടിയതാണ്. ഇലക്ട്രോണിക്സോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷനോ വല്ലതും ആയിരുന്നെങ്കിൽ ഞാൻ ഒരുപക്ഷെ അത് നല്ല എഞ്ചിനീയർ ആയിരുന്നു. ഈവൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നെങ്കിൽ പോലും ഞാൻ നല്ല എഞ്ചിനീയർ. കെമിക്കൽ എനിക്ക് അത്ര വലിയ കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ കോളേജ് പഠിക്കുന്ന പല ഞാനും ഷാജി കൈലാസും എല്ലാം കൂടെ സിനിമ പഠിക്കാൻ പോവുക, ഒരു ഫാക്ടറി തുടങ്ങാൻ പോവുക, അങ്ങനെയൊക്കെ ഒത്തിരി ബിസിനസ്സുകളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. അപ്പോൾ അതെല്ലാം നിന്നു. അപ്പോൾ പക്ഷെ അന്നേരം ഈ ഫോട്ടോഗ്രാഫി ഉണ്ടായിരുന്നു. സർ, അപ്പോൾ ഒരുപാട് കലാപരമായിട്ടുള്ള ഒരുപാട് കഴിവുകളുള്ള ഒരാളാണല്ലേ. അപ്പോൾ നമുക്ക് ഓണം ആയതുകൊണ്ട് വേണമെങ്കിൽ ഒരു പാട്ട് പാടാം. ഇല്ല, ഞാൻ എനിക്ക് അത് മാത്രം എൻ്റെ അടുത്ത് പറയരുത്. സംഗീതത്തിൽ കൈവച്ച് അത്രയ്ക്ക് സംഗീതം കൈവച്ചല്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു പാട്ട് ഒന്നും എൻ്റെ ഓർമ്മ വരുന്നില്ല. പക്ഷെ എന്നാലും ഇഷ്ടപ്പെട്ട ഒരു ഓണപ്പാട്ട് അല്ലെങ്കിൽ പഴയ ഒരുപാട് വായിക്കുകയും കവിതകളൊക്കെ. അല്ല, ഞാൻ എൻ്റെ മെയിനായിട്ടുള്ള ഒരു ഹോബി തന്നെ ഞാൻ പഴയ ഹിന്ദി സോങ്സ്, മലയാളം സോങ്സ്, തമിഴ് സോങ്സ്. ഹിന്ദി പാട്ടായാലും കുഴപ്പമില്ല. എനിക്ക് സാറിനെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ പാടിക്കോളൂ. നിങ്ങൾ അതൊരു ക്രൂരതയാണ് എന്നെ കൊണ്ട് ഇപ്പം ചെയ്യിക്കുന്നത്. അതൊഴിച്ച് ബാക്കി എന്തുകൊണ്ട് കഭി കഭി ഞാൻ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്. കഭി കഭി മേരെ ദിൽ മേ ഖയാൽ ആതാ ഹൈ കെ ജൈസെ തുജ്കോ ബനായാ ഗയാ. ഇത്രയൊക്കെ എൻ്റെ ലെവലുള്ളൂ, മനസ്സിലായില്ലേ? അല്ല, ഞാൻ പാടിക്കൊണ്ടിരുന്നു. പക്ഷെ ഇപ്പം എനിക്കാണെന്നുണ്ടെങ്കിൽ ഒന്നും ലിറിക്സ് ഓർമ്മ വരുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നമ്മൾ എന്താണ് ഈ ശരീരമൊന്നും കാണത്തില്ല. അപ്പം നമുക്ക് തന്നെ അറിയാം ഇത് ശരിയല്ല എന്നുള്ളത് അറിയാം. പിന്നെ വെറുതെ പ്രത്യേകിച്ച് ഇതുപോലെ ഒരു TV-യിലൊക്കെ വന്നിട്ട് ശ്രമിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് പാടണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ ഒരു 5 പ്രാവശ്യമെങ്കിലും തബല എടുത്ത് വെച്ച് മാഷന്മാരെ വെച്ച് പഠിച്ചിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഫുഡ് സേഫ്റ്റിയിൽ കമ്മീഷണറായിട്ടിരിക്കുന്ന സമയത്ത് അവിടെ ഗോപൻ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു അസിസ്റ്റന്റ് ഫുഡ് സേഫ്റ്റി കമ്മീഷണറുണ്ട്. ഗോപൻ നന്നായിട്ടൊരു പ്രൊഫഷണൽ തബലിസ്റ്റാണ്. ഗോപനെ ഒരു 10 പ്രാവശ്യം വാങ്ങിച്ച് ഗോപൻ്റെ ഒരു തബല വാടകയ്ക്ക് എടുത്തുകൊണ്ട് വന്ന് പഠിച്ചു. അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട്. ദാറ്റ് വാസ് ഇൻ 2012. ഒരു എന്താ പറയുക, ചില ഏരിയയിലാണെന്നുണ്ടെങ്കിൽ അങ്ങ് ഒരു പാഷൻ കയറുന്നൊരു സമയമുണ്ട്. അപ്പം പടം വരപ്പും അത് തന്നെയാണ്. 2013 നിർത്തിയതാണ് പടം വരപ്പ്. അതുവരെ നന്നായിട്ട് വരച്ചുകൊണ്ടിരുന്നു. പിന്നെ അതിൽ നിന്ന് ഒരു സമയം കിട്ടിയില്ല. പിന്നെ പ്രത്യേകിച്ച് IAS-ലൊക്കെ വന്നു കഴിഞ്ഞപ്പം മേ ബി ബിക്കോസ് ഓഫ് മൈ ടൈം മാനേജ്മെൻറ്റ് വാസ് ബാഡ് ഓർ മേ ബി ബിക്കോസ് ഓഫ് അതർ ഇൻട്രസ്റ്റ്. പ്രത്യേകിച്ച് എനിക്ക് പുതിയ പ്രോജക്റ്റുകളൊക്കെ ചെയ്യുന്ന ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമാണ്. ഇപ്പം ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ കൊല്ലം ആഫ്രിക്കയിൽ 16 ദിവസത്തോളം പോയിരുന്നു ഫോട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം വന്ന് ഫോട്ടോ എല്ലാം പ്രോസസ്സ് ചെയ്ത് ഇപ്പം ഞാൻ ഭൂട്ടാനിലും ആസാമിലും ഒക്കെ ആയിട്ടാണ് പോയിട്ട് വന്നിട്ട് മാർച്ച് പോയിട്ട് വന്നിട്ട് ഇതുവരെ എനിക്ക് പ്രോസസ്സ് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. ബിക്കോസ് ഞാൻ 1-2 ഇൻഡസ്ട്രി സെറ്റപ്പ് ചെയ്യുന്നുണ്ട്, അഡ്വൈസ് ചെയ്യുന്നുണ്ട്, യാത്ര. അപ്പോൾ അങ്ങനെയെല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പറ്റുന്നില്ല. അപ്പോൾ അതൊന്നും ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്ത് പോവുകയാണ്. ഈ ഓണത്തിനൊക്കെ എപ്പോഴും യാത്രയിലായിരുന്നെന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഈ ഓണക്കോടി എടുക്കാനും അതിനുള്ളൊരു സമയമൊക്കെ കിട്ടാം? അത് നിർബന്ധമായിട്ട് എൻ്റെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോഴും, അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഇപ്പം എൻ്റെ വൈഫിൻ്റെ അച്ഛനും അമ്മയാണ് എൻ്റെ അച്ഛനും അമ്മയെ പോലെ തന്നെ ഉള്ളത്. അവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും വീട്ടിലെ എൻ്റെ കൂടെ നിൽക്കുന്ന ജോലിക്കാർ അങ്ങനെയുള്ള എല്ലാവർക്കും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എടുത്തു കൊടുക്കും. എനിക്കങ്ങനെ ഓണത്തിന് പോയി ഓണക്കോടി എടുക്കുക എന്നുള്ളതൊന്നുമില്ല, അങ്ങനത്തെ ഒരു ഇതില്ല. പക്ഷെ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ എടുത്തു കൊടുക്കും, വൈഫിന് എടുത്തു കൊടുക്കാറുണ്ട്. എനിക്ക് അങ്ങനെ പോകുന്നുണ്ട്, ഒരു സീസണിൽ പോകുന്നുണ്ടായിരുന്നു, സമയം കിട്ടാറില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് പോയി ഒന്നിച്ച് 4-5 ഷർട്ട് എടുക്കും, പാൻറ് എടുക്കും, അങ്ങനെ പോരും എന്നുള്ളതല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതല്ല. എല്ലാ മേഖലയിലും കൈവച്ച ആളായതുകൊണ്ട് കുറച്ച് ഫാഷൻ സെൻസും കൂടെ ഒക്കെ വേണമല്ലോ. എല്ലാ മേഖലയിലൊന്നും കൈവച്ചിട്ടില്ല. കാരണം വെച്ചാൽ ഇനി ഒത്തിരി പഠിക്കാനായിട്ടുള്ള ഒത്തിരി ഏരിയാസ് ഉണ്ട്. പക്ഷെ മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ്, ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. മലയാളം ആണെന്നുണ്ടെങ്കിലും ശരി, വയലാർ ONV ടീമാണെന്നുണ്ടെങ്കിലും ദേവരാജൻ മാഷിൻ്റെയൊക്കെയാണെന്നുണ്ടെങ്കിലും മിക്കവാറും ഉള്ള പാട്ടുകളെല്ലാം ഞാൻ ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും ഒന്നുകിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ കേൾക്കാറുണ്ട്.
പക്ഷെ എനിക്ക് ഇപ്പോഴും പഠിക്കണമെന്നുള്ള ആഗ്രഹമുള്ളതാണ്. ഇനിയൊന്നും കൈയൊന്നും വഴങ്ങത്തില്ലെന്ന് എനിക്കൊന്ന്. തബല ഭയങ്കര ഒരു ഇഷ്ടമാണ്. അത് പണ്ട് ബാലചന്ദ്ര മേനോൻ്റെ പ്രേമഗീതങ്ങൾ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞെന്നെ തൊട്ട് തുടങ്ങിയ ഒരു ക്രേസാണ്. പിന്നെ ഞാനിപ്പോൾ ഉസ്താദിൻ്റെയൊക്കെ തബല ഇടയ്ക്കിടയ്ക്ക് കേൾക്കും. അത് ശരിക്കും സ്റ്റീരിയോഫോണിക്കായിട്ട് കേൾക്കുമ്പോൾ തന്നെ അത് നല്ലപോലെ ഫീൽ ചെയ്യുകയും ചെയ്യും. ഈ പണ്ട് കേട്ടുമറന്ന പാട്ടുകൾ കാര്യങ്ങളൊക്കെ ഇപ്പൊ മിസ് ചെയ്യാറുണ്ടോ? അത് ഇപ്പോഴാണോ ശരിക്കും ആ പഴയ കാലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, സമയം കണ്ടെത്തുന്നതൊക്കെ? അല്ല, ഇപ്പോഴത്തെ പാട്ടുകളിലാണെന്നുണ്ടെങ്കിൽ വളരെ റെയറായിട്ട് നല്ല പാട്ടുകൾ വരുന്നുണ്ട്. കൂടുതലും ഇൻസ്ട്രുമെൻസും ബഹളങ്ങളും ഒക്കെയാണ്. ഈ ഇലുമിനാറ്റിയുടെ എന്ന് പറയുന്ന പാട്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചീഫ് സെക്രട്ടറി ശാരദാ മാഡം ഇലുമിനാറ്റി എന്നും പറഞ്ഞുകൊണ്ട് ഡാൻസ് കളിച്ചപ്പോഴാണ് ഇതിനകത്ത് പറയുന്ന ഇലുമിനാറ്റിയാണ് എന്നുള്ള വാക്ക് പോലും എനിക്ക് മനസ്സിലായില്ലേ? അത് എന്തോ ഈ വാക്കെന്നുള്ളതിന് ഞാൻ പാട്ട് കേൾക്കുന്നു പോകുന്നു എന്നുള്ളതാണ്. പക്ഷെ പഴയ പാട്ടിൻ്റെ ആ ഒരു, അതുകൊണ്ടാണ് ഇപ്പോഴും നിങ്ങളോ നിങ്ങളുടെ പിതാക്കന്മാരും ഒക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള പാട്ടുകൾ പോലും ഇപ്പോൾ ഒന്ന് ആരെങ്കിലും റീസങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതുതായിട്ട് പാടുകയാണെങ്കിൽ വിത്ത് ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം വളരെ ഒരു കേൾക്കാനായിട്ട് നല്ല ഇതാണ്. അത് ശരിക്കും വി മിസ് ദാറ്റ്. നല്ല ഗുഡ് മ്യൂസിക് എന്ന് പറയുന്നത് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് സോങ്സ് എടുത്തു കഴിഞ്ഞാൽ പണ്ടൊക്കെ ഞങ്ങൾ ജനിച്ചു വളരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്ന അബ്ബ ബോണിയം തുടങ്ങിയിട്ടുള്ള ജിം റീവ്സ് ഒക്കെ തുടങ്ങിയിട്ടുള്ള ഒരു സീരീസ് ഓഫ് ആൾക്കാരുടെയാണ്. അപ്പോൾ ആ ലെവലിലേക്ക് പിന്നെ മൈക്കിൾ ജാക്സൺ വന്നു കഴിഞ്ഞപ്പം അത് ആ ഡാൻസും ഇതും കൂടെ വന്നു കഴിഞ്ഞപ്പം കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ടൈലർ സ്വിഫ്റ്റിൻ്റെയൊക്കെ പാട്ടൊക്കെ കേൾക്കാറുണ്ടെങ്കിൽ പോലും അതങ്ങോട്ട് ഒരു നമുക്ക് ആ ഒരു നൊസ്റ്റാൾജിക് ഫീലിങ്ങോ അല്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് മ്യൂസിക്കിനകത്തോട്ട് ഒന്ന് ഇൻവോൾവ് ചെയ്യാനായിട്ട് തോന്നുന്നില്ല. മനസ്സിലായി? ഇപ്പോൾ വക്ക വന്നതിന് ശേഷം പിന്നെ എന്താണ് അവരുടെ പേര്, ഷക്കീറയുടെ ബാക്കിയുള്ള പാട്ടൊന്നും എനിക്ക് അത്ര സുഖമായിട്ട് തോന്നുന്നില്ല. പക്ഷെ വക്ക ഞാൻ ഇപ്പോഴും കേൾക്കാറുണ്ട്. അത് അതിനകത്തൊരു കുറച്ച് ആഫ്രിക്കൻ മ്യൂസിക്കും ഒക്കെ ഉള്ളതുകൊണ്ട് മേ ബി അതായിരിക്കും മേ ബി എൻ്റെ. സ്പോർട്സിലാണെന്നുണ്ടെങ്കിൽ ഒത്തിരി പരിക്ക് പറ്റിയ ആളാണ് ഞാൻ. ഈ 4 കൊല്ലം മുമ്പാണ് എൻ്റെ ലിഗമെൻ്റ് ഞാൻ റിപ്പയർ ചെയ്തത്. ഫുട്ബോൾ കളിച്ചപ്പോൾ എൻ്റെ ലിഗമെൻ്റ് ഏതാണ്ട് അത് ഫുട്ബോൾ കളിച്ച എപ്പോഴാന്ന് വെച്ചാൽ എൻ്റെ കല്യാണം നടക്കുന്ന ഏതാണ്ട് 30 വയസ്സിലാണ്. 29ാമത്തെ വയസ്സിലാണ് ഞാൻ ഫുട്ബോൾ കളിക്കുന്നത്. അതുവരെ കളിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ലിഗമെൻ്റ് പോയി. സ്വിമ്മിങ് ഭയങ്കര ഒരു ഹോബിയാണ്. ഇപ്പോഴും അത് തന്നെയാണ്. ഇപ്പോഴെങ്കിലും സ്വിം ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ ചെയ്യും. അപ്പോൾ ഈ ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ അടുത്തുള്ള നമ്മുടെ സ്വിമ്മിംഗ് പൂളിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ നിന്ന് എടുത്ത് ചാടുമായിരുന്നു. ഏറ്റവും മുകളിലത്തെ നിലയിൽ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്തൊക്കെ ചാടും. അങ്ങനെ ഒരു പ്രാവശ്യം ഇത് സ്ലിപ്പായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ദിസ് ഈസ് അണ്ടർ റിപ്പയർ. ഇതാണെന്നുണ്ടെങ്കിൽ കാലൊടിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ഓൾസോ അണ്ടർ റിപ്പയർ ഇല്ലാത്ത ഒരേ ഒരു കാര്യം ഈ കൈ മാത്രമേ ഉള്ളൂ. ഫുട്ബോൾ, വോളിബോൾ, ക്രിക്കറ്റ് ഒക്കെ ആണെന്ന് പറഞ്ഞാൽ കോളേജിൻ്റെ ബി ടീമിലുണ്ടായിരുന്നു. കോളേജിൻ്റെ ബി ടീമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കപിൽ ദേവിനോടൊപ്പം കളിച്ചിട്ടുള്ള, എ ടീമിലൊക്കെ കപിൽ ദേവിനോടൊപ്പം കളിച്ചിട്ടുള്ള ശശി ശങ്കർ സിംഗ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഒരുപക്ഷെ ഇന്ത്യൻ ടീമിലൊക്കെ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ലെവലിലൊന്നും ഞാൻ കളിക്കത്തില്ലെങ്കിലും ബി ടീമിലുണ്ടായിരുന്നു. സ്കൂളിലെ ഫുട്ബോൾ ടീമിലുണ്ടായിരുന്നു, ക്രിക്കറ്റ് ടീമിലുണ്ടായിരുന്നു, സ്കൂൾ ടീമിനകത്ത് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം നോക്ക്, എൻ്റെ കൊച്ചുമോന് വേണ്ടി ഞാൻ അവനെ ബാസ്കറ്റ് 2 വയസ്സേ ആയുള്ളൂ. അവന് ബാസ്കറ്റ് ബോൾ ഇന്ന് രാവിലെ നിന്ന് പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാസ്കറ്റ് ബോൾ നന്നായിട്ട് കളിക്കുമായിരുന്നു, ഷട്ടിൽ നന്നായിട്ട് കളിക്കുമായിരുന്നു, ബാഡ്മിൻ്റൺ നന്നായിട്ട് കളിക്കുമായിരുന്നു, അതുപോലെ തന്നെ ടേബിൾ ടെന്നീസ് നന്നായിട്ട് കളിക്കുമായിരുന്നു. പിന്നെ ഒരു 6-7 കൊല്ലത്തിനുള്ളിലാണ് മുമ്പ് ഗോൾഫ് പഠിച്ചു. ഗോൾഫ് അത്യാവശ്യം ചിലപ്പോഴൊക്കെ കളിക്കാറുണ്ട്. പിന്നെ ഒരു മാഷിനെ വെച്ച് ബില്ലിയാർഡ്സ് പഠിച്ചു. അതും ഒരിടത്ത് നിന്ന് ഒരു 75 വയസ്സാകുന്ന തന്നെ കളിക്കാനുള്ളതാണ് ഗോൾഫ്. രാവിലെ ഒരു ബോൾ തട്ടുക എന്ന് പറയുന്ന ഇങ്ങനെ കുറച്ച് പേര് നടക്കുക. അപ്പോൾ ആ സ്റ്റേജ് എത്താത്തത് കൊണ്ടാണ് ഗോൾഫിലോട്ടൊന്നും പോകാത്തത്. ടെന്നീസ് കളിക്കുമായിരുന്നു, പക്ഷേ ഈ കാലിൻ്റെ പ്രശ്നം വന്നതിന് ശേഷം പഠിക്കാത്തതെന്ന് പറഞ്ഞാൽ ഇഫ് യു ലുക്ക് അറ്റ്, ഞാൻ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ ചോദിച്ചെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ഇവിടെ ട്രാക്ടർ ഓടിക്കാൻ അറിയാമെന്ന് വെച്ചു. അപ്പം വളരെ കുറച്ച് പേർക്ക് ട്രാക്ടർ ഓടിച്ച് പരിചയമുള്ളൂ. എന്നാൽ ഓടിക്കുന്ന കൃഷി ഓഫീസർമാരുണ്ട്. കലപ്പ പിടിച്ചിട്ടുള്ളവർ എത്ര പേരുണ്ടെന്ന്. കാളയെ പൂട്ടുക എന്ന് പറയുന്ന ചില്ലറ പണിയല്ല. അത് പൂട്ടുന്നവരുടെ ചോദിച്ചാൽ മതി എന്തുമാത്രം. കാരണം വെച്ചാൽ കലപ്പ പിടിക്കുമ്പോൾ കാളയുടെ കാലെ തട്ടരുത്. വിച്ച് റിക്വയർസ് എ ലോട്ട് ഓഫ് കോൺസെൻട്രേഷൻ സ്കിൽസ് ഒക്കെ വേണ്ട. അതോടുകൂടി കാളയുടെ പിന്നെ ആ കാളയെ കൊണ്ട് യാതൊരു പ്രയോജനം ഇല്ലാതാണ്. ഞാൻ 9ാം ക്ലാസ് പഠിക്കുന്ന, ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, 9ാം ക്ലാസ് പഠിക്കുന്ന എൻ്റെ ചിറ്റപ്പൻ കോൺട്രാക്ടറായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് പീസ് വർക്ക് എടുത്തിട്ട് ചെയ്യുമായിരുന്നു. അപ്പോഴാണ് റോഡ് റോളർ വന്നത്.
അപ്പോൾ റോഡ് റോളർ പഠിച്ചു. അങ്ങനെ 40 വയസ്സ് വരെ റോഡ് റോളർ ലൈസൻസ് ഉണ്ടായിരുന്നു, ആർക്കും ഇല്ലാത്ത. ഇപ്പം ഇന്ന് എനിക്ക് ബസ്സിൻ്റെ ഹെവി ലൈസൻസും ലോറിയുടെ ഹെവി ലൈസൻസും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഡ്രൈവിംഗ് ഉണ്ട്. പഠിക്കാൻ പറ്റാതെ പോയത് എൻ്റെ അനിയൻ പഠിക്കാൻ ശ്രമിച്ചു, കംപ്ലീറ്റ് ചെയ്യാതാണ്, പൈലറ്റ് ആകാൻ പറ്റിയില്ല. അപ്പം ചിലപ്പോൾ ഇനിയും ഒക്കെ അതൊന്നും നോക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ. അതാണ് ഒരു കാരണം ഞാൻ ഹെവി വർക്കായിട്ടുള്ള ഗവൺമെൻറ് ജോലി എടുക്കാത്തത്. എല്ലാവരുടെയും ജീവിതത്തിലാണ്, പ്രത്യേകിച്ച് അച്ഛന്മാർ മക്കളുടെ നല്ല പ്രായം മിസ് ചെയ്യും. കാരണം വെച്ചാൽ നമ്മളൊരു കരിയർ ബിൽഡ് ചെയ്യാനായിട്ടുള്ള ശ്രമമാണ് രാവിലെ എഴുന്നേറ്റ് പോകുന്നത്. അപ്പോൾ എൻ്റെ കരിയർ അങ്ങനെയാണ്, വളരെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളൊരു കരിയറാണ്. അപ്പോൾ ഇനി ആ ഒരു പീരീഡ് എന്ന് പറയുന്നത് അവൻ്റെ ഒരു 5 കൊല്ലം 7 കൊല്ലം എന്ന് പറയുന്ന പീരീഡ് ഐ ഡോണ്ട് വാണ്ട് ടു മിസ്. ഗവൺമെൻറ് ജോലി ചെയ്യാൻ പല കാരണങ്ങളുണ്ടെങ്കിലും ഇവനാണ് മെയിനായിട്ടുള്ളൊരു ഫാക്ടർ. അപ്പം രാവിലെ ഞങ്ങൾ രണ്ടും കൂടെ ഇവിടെ കുറച്ച് നേരം കളിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ മിസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതിപ്പം റീകോപ്പ് ചെയ്തെടുക്കാൻ നോക്കുന്നു. എന്തായാലും ജോലി തിരക്കുകളിലെ ഇത്രയും വർക്ക് പ്രഷറും ഒക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അതിന്റെ എല്ലാ ഇടയിൽ കൊച്ചുമകനുമായിട്ട് കളിക്കാനും ഒക്കെ ഇപ്പൊ സമയം കണ്ടെത്താൻ പറ്റുന്നില്ലേ? എല്ലാവരുടെ അടുത്തും ഞാൻ പറയാനുള്ളതാണ്, നമുക്ക് അവസാനം മിച്ചം വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി മാത്രമേ ഉള്ളൂ. നമ്മൾ എത്ര വലിയ കിരീടം വെട്ടിപ്പിടിച്ചു കഴിഞ്ഞാലും ഒരു ഫാമിലി, കുട്ടികൾ ഇവരുമായിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോകുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അതുകൊണ്ട് അതിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതുകൊണ്ട് ഞാൻ 2 പെൺമക്കളുടെ അടുത്തും ഞാൻ പറയും, ഇന്ദിരാ നൂയിയെ നിങ്ങൾ കണ്ടുപിടിച്ച് പഠിക്കണം. അതെന്ന് വെച്ചാൽ ഫാമിലി ലൈഫും പെപ്സിക്കോയുടെ പ്രസിഡൻ്റായിട്ടുള്ള, ആഗോള പ്രസിഡൻ്റായിട്ടുള്ള ജോലിയും ഒരേപോലെ കൊണ്ടുപോയിട്ടുള്ളൊരു വ്യക്തിയാണ്. അത് ഇന്ദിരാഗാന്ധിയെ പറ്റി നമുക്കത് പറയാൻ പറ്റത്തില്ല, മനസ്സിലായില്ലേ? അവർ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ലേഡിയാണ്. പക്ഷേ ഇന്ദിരാ നൂയി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അത് ജീവിതത്തിൽ മിസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്രയും വലിയ ഉയർന്നു വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ഒരു ദിവസം ശരാശരി 14 മണിക്കൂർ തൊട്ട് 18 മണിക്കൂർ വരെയാണ് ഈ റിട്ടയർ ചെയ്യുന്ന സമയം വരെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ വായിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ എൻ്റെ നോളജ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞപ്പം 2 കുട്ടികളും എൻ്റെ 2 പെൺമക്കളാണ്. അപ്പോൾ അവർ ഞങ്ങൾക്ക് ഒട്ടും സമയം കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നെ ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം വർക്ക് ചെയ്യാതെ, അല്ലെങ്കിൽ ബാക്കി എല്ലാ ദിവസവും വർക്ക് ചെയ്യാതെ. ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പം എനിക്ക് വേറെ പ്രത്യേകിച്ച് ബോസൊന്നുമില്ല. ഐ ആം ദ ബോസ് ഓഫ് മൈസെൽഫ് എന്നുള്ളതുകൊണ്ട് പ്രയോറിറ്റി ഫാമിലിയാണ്. പ്രയോറിറ്റി ഫാമിലി അല്ല, ഇപ്പം കരിയർ ഉണ്ട്. അടുത്തൊരു 5 കൊല്ലത്തേക്ക് ഇപ്പം ഐ ആം ഓഫറിങ് കൺസൾട്ടൻസി ടു 2-3 ഇൻഡസ്ട്രീസ്. ഐ ഓൾറെഡി ഹെൽത്ത് കെയറിലാണെന്നുണ്ട് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തു. എൻ്റെയും കുറച്ച് സുഹൃത്തുക്കളുമായിട്ട് തുടങ്ങി. മേ ബി ഞാൻ ഒരു കമ്പനിയുടെ CEO ആൻഡ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായിട്ട് ഞാൻ താമസിക്കാൻ എന്നെ ജോയിൻ ചെയ്യും. വേറെ എനർജിയിലൊരു സ്റ്റാർട്ടപ്പ് അവരെന്നെ ചെയർമാനായിട്ട് വിളിച്ചിട്ടുണ്ട്. അത് പ്രോജക്ട്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യും. ഒരു 1-2 ഹോട്ടൽ പ്രോജക്ട്സ് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ടുള്ള അതിൻ്റെ നടപടികളൊക്കെ ആയിട്ട് എൻ്റെ CRS ക്ലിയറൻസ് അങ്ങനെയുള്ളതൊക്കെ നടക്കുന്നു. അപ്പം പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. സ്റ്റാർട്ടപ്പുകാർ പലരും വരാറുണ്ട്, അവരുമായിട്ടാണെന്നുണ്ടെങ്കിൽ സംസാരിച്ച് അവർക്ക് വേണ്ട ഗൈഡ് ലൈൻസ് കൊടുക്കാറുണ്ട്. അത് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഐ ആം ദ ബോസ് ഓഫ് മൈ ടൈം. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു. അത് ഇത്രയും നേരം ഞങ്ങൾ രണ്ടുപേരും അങ്ങനെയൊന്നുമില്ല. പക്ഷേ എനിക്ക് എപ്പോഴും യങ് ജനറേഷൻ എടുത്ത് സംസാരിക്കുന്നത്, ബിക്കോസ് ഐ ലേൺ ഫ്രം ദ യങ് ജനറേഷൻ. ഞാൻ ഇപ്പോഴും പറയും, ഒരു 28 വയസ്സുള്ള ഒരു യുവാവാണ് ഞാൻ മാനസികമായിട്ട്, മനസ്സുകൊണ്ട് ഇപ്പോഴും യങ്ങാണ്. അതുകൊണ്ടാണ് ഈ കുഞ്ഞിൻ്റെ ലെവലിലേക്കാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ലെവലിലേക്കൊക്കെ എനിക്ക് പോകാൻ പറ്റുന്നത്. എന്തായാലും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച്. വളരെ എന്താ പറയുന്നത്, ഒരുപാട് പേർക്ക് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ആളെയാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പം നല്ലൊരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഡേ, നല്ലൊരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ടൈം കിട്ടിയതിന് താങ്ക് യു സോ മച്ച്. അപ്പൊ ഇത്തവണത്തെ ഓണം ഫാമിലിയുടെ കൂടെ അടിച്ചു പൊളിക്കാൻ പറ്റട്ടെ. ഇത്തവണത്തെ ഓണം മൂകാംബികയിലാണ്. മൂകാംബികയിലാണ് അങ്ങനെ ഒരു ശീലമായി. കാരണം എല്ലാവർക്കും ഒരു അവധിയുള്ളപ്പോൾ അതുകൊണ്ട് മൂകാംബികയിൽ പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞിങ്ങനെ വരും. മംഗളം ടിവിയുടെ വകയും സാറിന് ഫാമിലിക്കും ഓണാശംസകൾ നേരുക. നന്നായി വരട്ടെ. നല്ല രീതിയിൽ നിങ്ങളുടെ മംഗളം TV ലോഞ്ച് ചെയ്യാൻ പറ്റട്ടെ. അതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് 2 മക്കൾക്കും നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ. ഈ ഇതിനകത്ത് അതിന് ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. നന്ദി.